എത്ര സങ്കീർണമായ കുടലിറക്ക രോഗം, ഹേർണിയകളും ലളിതമായ ഔട്ട് പേഷ്യന്റ് OP പ്രൊസീജിയർ പോലെ ഇന്ന് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ നിർവഹിക്കാൻ സാധിക്കും. 12,000-ലധികം ലാപ്രോസ്കോപ്പിക് ഹേർണിയ റിപ്പയർ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, ഹെഡ് ഓഫ് സർജറി ഡിപ്പാർട്ട്മെന്റ്, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഹേർണിയ സർജറിയുടെ ഹിസ്റ്ററിയോളം പഴക്കമുണ്ട്. കാരണം നമ്മളുടെ വയറിൻ്റെ ഭിത്തിയിൽ ചില നാച്ചുറലായിട്ടുള്ള ബലഹീനതകളുണ്ട്. അത് ഇപ്പോൾ ആണുങ്ങളിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിസിലേക്ക് പോകുന്ന കോഡ് സ്ട്രക്ചേഴ്സ്, ഇത് വരുന്നത് നമ്മുടെ വയറിൻ്റെ ഭിത്തിയിലുള്ള 2 ചെറിയ തുളകൾ കൂടിയാണ്. അതേപോലെ അംബിലിക്കസ്, നമ്മുടെ വയറിൻ്റെ ഭിത്തിയിലുള്ള അംബിലിക്കസിന് സാധാരണയുള്ളതിനേക്കാളും നേർത്തതാണ്. ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള ഡിഫക്ട്സുകളിൽ കൂടെ അത് കുറച്ച് വലുതായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തൂടെ വയറിനുള്ളിലുള്ള കുടൽ പുറത്തു വരും. ഇതിനാണ് നമ്മൾ ഹേർണിയ എന്ന് പറയുന്നത്. ഈ കുടലുകൾ സാധാരണഗതിയിൽ അത് ആദ്യ ഘട്ടങ്ങളിൽ അത് ഉള്ളിലേക്ക് പോകാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഈ കുടലിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും കയറുക ഇറങ്ങുകയും ചെയ്യുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ കുടലിന് നീർക്കെട്ടുണ്ടായി അത് ഉള്ളിലേക്ക് പോകാതിരിക്കും. ആ സമയത്താണ് നമ്മൾക്ക് വേദനകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ആ മുഴ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിന്നിട്ട് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ബലഹീനതകൾ നമ്മൾ ചികിത്സിക്കണമെന്ന് പറയുന്നത്. ഇത് നമുക്ക് മരുന്നുകൊണ്ട് ചികിത്സിക്കുവാനായിട്ട് പറ്റുകയില്ല. കാരണം ഈ ബലഹീനതകൾ തന്നെ അത് അടയില്ല. ഇതിന് നമുക്ക് ശസ്ത്രക്രിയ ആവശ്യമാണ്. പണ്ടൊക്കെ നമ്മൾ ഇത് വയറ് തുറന്നിട്ടാണ് ഈ ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. നമ്മൾ മെഷ് സ്റ്റിച്ചിട്ട് പിടിപ്പിക്കുക. അപ്പോൾ അതിന് വേദനയും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു മാസക്കാലത്തേക്കൊന്നും തീരെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിരുന്നില്ല. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ആവിർഭാവത്തോടുകൂടി എല്ലാ ഹേർണിയകളും നമ്മൾക്ക് ഈ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിൽ കൂടി നമ്മൾക്ക് ചികിത്സിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രയോജനം, ഇപ്പോൾ 2 സൈഡിലുള്ള ഹേർണിയകളും നമ്മൾക്ക് ഒരേ മുറിവുകൾക്കുള്ളിൽ തന്നെ നമ്മൾക്ക് ചികിത്സിക്കുവാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് മുറിവുകളോ തുന്നുകളോ ഒന്നുമില്ലാത്തത് കാരണം പേഷ്യൻസിന് ഒരു ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ സാധാരണ ജോലികളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അതിലുപരി നമ്മൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ കൂടി ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന ആ സമയത്ത് വെക്കുന്ന മെഷിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പത്തിലുള്ള മെഷാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഈ റെക്കറൻസ്, അതാണല്ലോ നമ്മൾക്ക് ഹേർണിയ സർജറി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം രണ്ടാമതുണ്ടാകുക എന്നുള്ളതാണ്. അത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളിൽ കൂടി ചെയ്യുമ്പോൾ നമ്മൾക്ക് രണ്ടാമതുണ്ടാകാനായിട്ടുള്ള സാധ്യത പിന്നെയും കുറയുകയാണ് ചെയ്യുക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഇൻഗ്വാനൽ ഹേർണിയ, നമ്മുടെ ഇടുപ്പിൽ ഉണ്ടാകുന്ന ഹേർണിയാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് അംബിലിക്കസിലുണ്ടാകാം, എപ്പിഗാസ്ട്രിയത്തിലുണ്ടാകാം, നമ്മുടെ സൈഡിൽ സ്പൈജീലിയൻ ഹേർണിയ, ഇങ്ങനെയുള്ള വിവിധ തരം ഹേർണിയകൾ നമ്മൾക്ക് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ കൂടി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണങ്ങളും വളരെ മെച്ചമാണ്. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493326113. ഇമെയിൽ maulanaBariatric@gmail.com.